Dear children, after a long interval, I am here with another poem which we have to learn in our literature. This is the second poem by Robert Burns, and its title is A Red, Red Rose. It's a very interesting poem, and I'm sure that you will really love it. Here, I'll be dealing with the author, the poem, its background, detailed analysis of the poem, major figures of speech, and themes. പ്രിയപ്പെട്ട കുട്ടികളെ, ഒരു ലോങ് ഇൻ്റർവെല്ലിന് ശേഷമാണ് വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നത്. ഇന്ന് നമുക്ക് നമ്മുടെ ലിറ്ററേച്ചർ ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ലെസണായിട്ടുള്ള ഒരു കവിത പഠിക്കാം. കവിതയുടെ ടൈറ്റിൽ എ റെഡ് റെഡ് റോസ്. ഇത് എഴുതിയത് റോബർട്ട് ബേൺസ് എന്ന പോയിറ്റാണ്. ഇത് വളരെ മനോഹരമായൊരു കവിതയാണ്. എല്ലാവർക്കും ഈ കവിത ഇഷ്ടപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കവിയെക്കുറിച്ചും റോബർട്ട് ബേൺസ് എന്ന പോയിറ്റിനെ കുറിച്ചും കവിതയുടെ ബാക്ക്ഗ്രൗണ്ട്, കവിത, ഡീറ്റെയിൽഡ് അനാലിസിസ്, മേജർ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ആൻഡ് തീം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, let's begin with a short biographical sketch of Robert Burns. He was born on 25th January 1759 in Alloway, Scotland. He was popularly known as Ploughman Poet. Ploughman means peasant. 25th January 1759 സ്കോട്ട്ലൻഡിലെ ആലവേ എന്ന സ്ഥലത്താണ് റോബർട്ട് ബേൺസിൻ്റെ ജനനം. അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് പ്ലോമൻ പോയറ്റ് എന്നാണ്. പ്ലോമൻ എന്ന് പറഞ്ഞാൽ പെസൻറ്റ്, ഫാർമർ എന്നൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ കവിതകളിലുടനീളം ഫാം ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുത്തതുകൊണ്ടാണ് അദ്ദേഹത്തെ പ്ലോമൻ പോയറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഹി വാസ് വൺ ഓഫ് ദി ലീഡിംഗ് വോയിസസ് ഓഫ് സ്കോട്ട്ലൻഡ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. A pioneer of romantic movement with his lyrical poetry and rewriting of Scottish folk songs. He spent almost 12 years of his life for editing and imitating the traditional folk songs of Scotland as a part of preserving the cultural heritage of Scotland. That is why he came to be known as the National Bard of Scotland. Remember, the National Bard of England is William Shakespeare and National Bard of Scotland is Robert Burns. His best known poem is the mock heroic Tam O'Shanter. Most of his poems celebrate traditional Scottish culture, farm life, class and religious distinctions. He wrote more than 300 songs which celebrate love, friendship and work. His poetry is a revolt against the neoclassical age which gave primacy to meter, rhyme and rhythm. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ സ്കോട്ട്ലൻഡിൽ നിന്നുള്ള ഒരു ലീഡിംഗ് വോയിസ് തന്നെയായിരുന്നു റോബർട്ട് ബേൺസിൻ്റേത്. അദ്ദേഹത്തിൻ്റെ കവിതകളിലെ ലിറിക്കൽ ക്വാളിറ്റിയും സ്കോട്ടിഷ് ഫോക്ക് സോങ്സിനോടുള്ള ആവേശവും അദ്ദേഹത്തെ റൊമാൻറ്റിക് മൂവ്മെൻറ്റിൻ്റെ തുടക്കക്കാരൻ എന്ന് വിളിക്കാൻ കാരണമായി. അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് നാഷണൽ ബാർഡ് ഓഫ് സ്കോട്ട്ലൻഡ് എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ കവിതകളെല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്നത് സ്കോട്ടിഷ് കൾച്ചറിനെയും ഫാം ലൈഫിനെയും ക്ലാസ്, റിലീജിയസ് ഡിഫറൻസ് എന്നിവയെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കവിത ടാം ഓഷാൻഡർ, അതൊരു മോക്ക് ഹീറോയിക് കവിതയാണ്. ഏകദേശം 300-ലധികം സോങ്സാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതെല്ലാം തന്നെ സ്നേഹത്തെക്കുറിച്ചും ഫ്രണ്ട്ഷിപ്പിനെക്കുറിച്ചും വർക്കിനെക്കുറിച്ചുമൊക്കെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കവിത തന്നെ ഒരു റിവോൾട്ടായിരുന്നു നിയോ ക്ലാസിക്കൽ ഏജിനെതിരെ. ന്യൂ ക്ലാസിക്കൽ ഏജിൽ മീറ്ററും റൈമിനും റിഥമിനും ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകൾ ഒക്കെ പേഴ്സണലാണ്, ലിറിക്കൽ ക്വാളിറ്റീസിനെ കാണിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം റൊമാൻറ്റിക് മൂവ്മെൻറ്റിൻ്റെ തുടക്കക്കാരൻ എന്നുകൂടി അറിയപ്പെടാൻ കാരണമായത്. He died on 21st 1796 at the age of 37. It was after his death that he became more popular. അദ്ദേഹം മരിക്കുന്നത് 21st 1796 അദ്ദേഹത്തിന് 37-ാമത്തെ വയസ്സിലാണ്. അദ്ദേഹം കൂടുതൽ പ്രശസ്തനായത് അദ്ദേഹത്തിൻ്റെ മരണശേഷമാണെന്ന് പറയുന്നു. Now let's see the details about the poem. The poem A Red Red Rose is one among the best lyrics of English poetry.
What is a lyric? A lyric is a song that expresses a subjective personal point of view. The word lyric stems from a Greek term implying singing to the lyre. Lyre is a stringed musical instrument. എ റെഡ് റെഡ് റോസ് എന്ന കവിത ഇംഗ്ലീഷ് പോയട്രിയിലെ ബെസ്റ്റ് ലിറിക് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ലിറിക് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന കവിതകളെയാണ് നമ്മൾ ലിറിക്സ് എന്ന് പറയുന്നത്. ലിറിക് എന്ന ടേം വരുന്നത് ഗ്രീക്കിൽ നിന്നാണ്. അതിൻ്റെ മീനിങ് സിംഗിങ് ടു ദ ലയർ എന്നാണ്. ലയർ എന്നുള്ളത് വീണ, ഗിറ്റാർ, വയലിൻ എന്നിവയെ പോലുള്ള സ്ട്രിങ്ഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൽ പെട്ടതാണ്. സിംഗിങ് ടു ദ ലയർ മീൻസ് ലയറിൻ്റെ സഹായത്തോടു കൂടി പാടുന്ന കവിതകൾ. ഇതാണ് ലിറിക്. Poets across the world have employed the lyric in diverse forms to express their thoughts and emotions. Burns wrote this poem as a traditional ballad in 4 stanzas of 4 lines each. A ballad is a lyrical poem or song narrating a story, usually in 4-line stanzas called quatrains. It is a love poem written to be sung. He based it in the folk version of a song which he heard during his travel. He completed the poem in 1794 in an English dialect called Scots for the publication in the traditional Scottish ballads. ലോകത്തെല്ലായിടത്തുമുള്ള കവികൾ തങ്ങളുടെ തോട്ട്സും ഫീലിങ്സും ഇമോഷൻസും ഒക്കെ ലിറിക്സിലൂടെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. റോബർട്ട് ബേൺസും ഇവിടെ തൻ്റെ റെഡ് റെഡ് റോസ് എന്ന കവിത ഒരു ട്രഡീഷണൽ ബാലഡിൻ്റെ ഫോമിലാണ് എഴുതിയിട്ടുള്ളത്. ബാലഡ് എന്ന് പറഞ്ഞാൽ എ ലിറിക്കൽ പോയം അല്ലെങ്കിൽ സോങ് വിച്ച് ഇസ് നറേറ്റിംഗ് എ സ്റ്റോറി. 4 ലൈൻ സ്റ്റാൻസാസിൽ യൂഷ്വലി ഒരു സ്റ്റോറി ഉൾക്കൊള്ളുന്നതാണ് ബാലഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ലവ് പോയം റിട്ടൺ ടു ബി സങ്. റോബർട്ട് ബേൺസ് അദ്ദേഹത്തിൻ്റെ ഒരു ഫോക്ക് വേർഷനിലാണ് ഈ സോങ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ ട്രാവലിൽ അദ്ദേഹം കേട്ടിട്ടുള്ള ഒരു ഫോക്ക് സോങ്ങിനോട് സാമ്യമുള്ള കവിതയായിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഈ കവിത അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യുന്നത് 1794 ഇംഗ്ലീഷ് ഡയലക്റ്റ് ആയിട്ടുള്ള സ്കോട്ട്സ് ലാംഗ്വേജിലാണ് അദ്ദേഹം ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഫോർ പബ്ലിക്കേഷൻ ഇൻ ദ ട്രഡീഷണൽ സ്കോട്ടിഷ് ബാലഡ്സ്. Okay, now let's see the background of the poem. Burns fell in love with a lady named Jean Armour at a young age, but his proposal was ruthlessly turned out by her parents. To top it all, financial troubles forced him to go to Jamaica. Hence, this poem is a promise to his beloved that he would come back to win her love. വളരെ രസകരമായ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഈ കവിതയ്ക്കുള്ളത്. ഇവിടെ റോബർട്ട് ബേൺസ് വളരെ ചെറുപ്പത്തിൽ തന്നെ ജീൻ ആമർ എന്ന ഒരു യങ് ലേഡിയുമായിട്ട് സ്നേഹത്തിലാവുകയും പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രപ്പോസൽ ജീൻ ആമറിൻ്റെ പാരൻസ് നിഷ്കരുണം തള്ളിക്കളയുകയും ചെയ്തു. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തെ ജമൈക്കയിലേക്ക് ജോലി തേടി പോകാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ആ സമയത്ത് എഴുതിയ കവിതയാണ് റെഡ് റെഡ് റോസ്. അതുകൊണ്ട് തന്നെ ഈ കവിത അദ്ദേഹത്തിൻ്റെ ബിലവഡിനുള്ളൊരു പ്രോമിസാണ്. കാരണം അദ്ദേഹം തിരിച്ചു വരും എന്നുള്ള ഉറപ്പാണ് ഈ കവിതയിലൂടെ അദ്ദേഹം ജീൻ ആർമറിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് കൂടി കാണിക്കുന്നു. Over the centuries, love has been a recurrent theme in literature. Some of those lyrics of love still remain favorites of the lovers of literature. Let's listen to a song of love which was once a traditional Scottish country song popular in the rural areas of Scotland in the 17th and 18th century. നമുക്കറിയാം, പ്രണയം എന്നത് എഴുത്തുകാരുടെ എക്കാലത്തെയും ഇഷ്ടപ്പെട്ട വിഷയങ്ങളിലൊന്നായിരുന്നു. പഴയ പല പ്രണയകാവ്യങ്ങളും സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്നവരുടെ ഇടയിൽ ഇപ്പോഴും ഫേവറിറ്റ്സ് ആണ്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നതും ഒരു പ്രണയകാവ്യമാണ്. 17th and 18th സെഞ്ച്വറിയിൽ റൂറൽ സ്കോട്ട്ലൻഡിലെ ട്രഡീഷണൽ സ്കോട്ടിഷ് കൺട്രി സോങ്ങായി അറിയപ്പെട്ടിരുന്ന ഒരു സോങ് ഓഫ് ലവ് ആണ് എ റെഡ് റെഡ് റോസ്. നമുക്ക് കവിതയൊന്ന് നോക്കിയാലോ. ലെറ്റ്സ് ഗോ ടു ദ ലൈൻസ് ഓഫ് ദിസ് പോം. എ റെഡ് റെഡ് റോസ് ബൈ റോബർട്ട് ബേൺസ്. Oh, my love is like a red, red rose,
that is newly sprung in June. Oh, my love is like the melody that is sweetly played in tune. As fair art thou, my bonny lass, so deep in love am I, and I will love thee still, my dear, till all the seas gang dry. Till all the seas gang dry, my dear, and the rocks melt with the sun, I love thee still, my dear, while the sun so life shall run. And fare thee well, my only love, and fare thee well awhile, and I will come again, my love, though it were 10,000 miles. Now let's go through the stanzas in detail. The first stanza. Oh, my love is like a red, red rose that is newly sprung in June. Oh, my love is like the melody that is sweetly played in tune. Haven't you noticed the title of the poem? A red, red rose. So, his love is not simply a red rose, it is a red, red rose. Here, the red indicates strong passion and intensity of his love, and rose is a symbol of love, which I don't have to tell you much. You might have seen lovers exchanging red roses as a sign of their love in movies and in real life too. Here, the poet compares his love to a red, red rose. That means his love is as beautiful as a newly bloomed red rose. It has got all the freshness, vitality, and fragrance. Again, he compares his love to a sweet melody that is played in tune. All the comparisons made by the poet intensify his deep feelings toward his beloved. കവിതയുടെ ടൈറ്റിൽ എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. എന്താണ്? എ റെഡ് റെഡ് റോസ്. ഇവിടെ നമുക്ക് റെഡ് എന്നുള്ള വേർഡ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാം. ഈ റെഡ് കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കവിയുടെ തീവ്രമായ പ്രണയത്തെയാണ്. റോസ് എന്നുള്ളത് പ്രണയത്തിൻ്റെ സിംബലുമാണ്. അതറിയാത്തവരായി ആരും തന്നെ കാണില്ല. അദ്ദേഹം തൻ്റെ പ്രണയത്തെ കമ്പയർ ചെയ്യുന്നത് പുതുതായി വിരിഞ്ഞ ഒരു റെഡ് റോസിനോടാണ്. ന്യൂലി ബോൺ റെഡ് ഫ്ലവർ. പുതുതായി വിരിഞ്ഞ റെഡ് റോസിന് എന്തൊക്കെ ക്വാളിറ്റീസ് കാണാം? അത് വളരെ ഫ്രഷ് ആയിരിക്കും. ഇതളുകളൊക്കെ വിരിഞ്ഞ് വളരെ മനോഹരമായിരിക്കും. അതിന് സ്വീറ്റ് സ്മെല്ലുണ്ടായിരിക്കും, ഫ്രാഗ്രൻസ്, വളരെ വൈറ്റലായിരിക്കും. ഈ ക്വാളിറ്റീസൊക്കെ തന്നെ തൻ്റെ പ്രണയത്തിനുമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. കൂടാതെ തൻ്റെ പ്രണയത്തെ അദ്ദേഹം ഒരു സ്വീറ്റ് മെലഡിയോടും കമ്പയർ ചെയ്യുന്നു. മെലഡി ഇഷ്ടമല്ലാത്തവർ ആരും തന്നെ കാണില്ല. ഒരു ഗ്രേറ്റ് മ്യൂസിഷ്യൻ റൈറ്റ് ടൈമിൽ ഒരു മെലഡി പ്ലേ ചെയ്യുന്നത് മനോഹരമായ ഒരു എക്സ്പീരിയൻസാണ്. അതുപോലെ തന്നെയാണ് തൻ്റെ പ്രണയം എന്ന് കവി പറയുന്നു. ഈ ഉപമകളൊക്കെ അദ്ദേഹത്തിൻ്റെ തീവ്രമായ പ്രണയത്തെ കാണിക്കാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സെക്കൻഡ് സ്റ്റാൻസ. As fair art thou, my bonny lass, so deep in love am I, and I will love thee still, my dear, till all the seas gang dry. Here the poet has used a lot of hyperboles in order to exaggerate his ideal love. He addresses her as a pretty girl who is fair in complexion. He is deeply in love with her. He will continue his love till all the seas go dry up. An example for hyperbole. We don't know how many years will it take to dry all the seas. It is unpredictable, and he assures his truthfulness in his love with this exaggerated comparison. Now you can see many archaic words which are not common today, like art, love, thee means you, all, gang, going, etc. You can see such archaic words throughout the poem. ഇവിടെ നമുക്ക് കവി എക്സാജറേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സ്, അതിശയോക്തി കലർന്ന പ്രസ്താവനകൾ നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ പ്രണയം വളരെ തീവ്രമാണ്, അത് ആഴത്തിലുള്ളതാണ്, അത് ഏത് കാലം വരെ നിലനിൽക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ടിൽ ഓൾ ദ സീസ് ഗോ ഡ്രൈ അപ്പ്.
എല്ലാ കടലുകളും വറ്റുന്നത് വരെ എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല എത്ര വർഷങ്ങൾ കഴിഞ്ഞാണ് എല്ലാ കടലുകളും വറ്റുക എന്നുള്ളത്. അപ്പോൾ അതൊരു അതിശയോക്തി കലർന്നതാണ്, എക്സാജറേറ്റഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം അത്രയും കാലം അദ്ദേഹം പ്രണയിച്ചുകൊണ്ടേയിരിക്കും. അദ്ദേഹത്തിൻ്റെ ബിലവഡിനെ അഡ്രസ്സ് ചെയ്യുന്നത് ബോണി ലാസ്. ബോണി മീൻസ് പ്രറ്റി, വെരി ബ്യൂട്ടിഫുൾ. ലാസ് മീൻസ് ഗേൾ എന്നാണ്. വളരെ മനോഹരിയായ പെൺകുട്ടിയാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് കവിതയിൽ ഒരുപാട് ഇപ്പോൾ പ്രയോഗത്തിലില്ലാത്ത ഓൾഡ് ഫാഷൻ വേർഡ്സ് കാണാം. ആർട്ട്, ദീ, ദൗ, മീൻസ് ഓൾ, ഗ്യാങ്, ഗോയിങ്, ലവ്, എല്ലാത്തിനെയും സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്തതും പണ്ട് ഉപയോഗത്തിലുണ്ടായിരുന്ന ആർക്കേക്ക് വേർഡ്സ് ഉപയോഗിച്ചിട്ടാണ് കവിത എഴുതിയിട്ടുള്ളത്. ഓക്കെ. The third stanza. Till all the seas gang dry, my dear, and the rocks melt with the sun, I will love thee still, my dear, while the sands so life shall run. Here the speaker has used three images: seas going dry, the rocks melting, and the sands of life running out, to measure how long his love will last. All these hyperboles vividly picturize that his love will actually endure longer than human life. Sands so life shall run. It is an image of an hourglass which measure the passage of time. തേർഡ് സ്റ്റാൻസ തുടങ്ങുന്നത് സെക്കൻഡ് സ്റ്റാൻസയിലെ എക്സാജറേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റോടു കൂടിയാണ്. ടിൽ ഓൾ ദ സീസ് ഗ്യാങ് ഡ്രൈ മൈ ഡിയർ. ഇവിടെ നമുക്ക് രണ്ടാമത്തെ ലൈനിൽ വീണ്ടും ഒരു ഹൈപ്പർബലെ കാണാം. ആൻഡ് ദ റോക്സ് മെൽറ്റ് വിത്ത് ദ സൺ. ഇതും ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. മെൽറ്റിംഗ് ഓഫ് റോക്സ് വിത്ത് സൺലൈറ്റ്. സൂര്യപ്രകാശം കൊണ്ട് റോക്സ് മെൽറ്റ് ചെയ്തതായിട്ട് നമുക്ക് അറിവില്ല. അതും എത്ര വർഷങ്ങൾ കഴിഞ്ഞാണ് അതൊക്കെ സംഭവിക്കുക എന്നുള്ളത് അൺപ്രഡിക്റ്റബിളാണ്. ഈ എക്സാജറേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എറ്റേണിറ്റി ഓഫ് ലവിനെയാണ്. കാരണം ഹി വിൽ കണ്ടിന്യൂ ഹിസ് ലവ് ടിൽ ഓൾ ദ സാൻഡ്സ് ഓഫ് ലൈഫ് ഷാൽ റൺ ഔട്ട്. ഈ സാൻഡ്സ് ഓഫ് ലൈഫ് ഷാൽ റൺ ഔട്ട് എന്നുള്ളത് ഒരു ഇമേജ് ഓഫ് ആർ ഗ്ലാസ് ആണ്. പണ്ട് കാലത്ത് നമ്മൾ ടൈം മെഷർ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഒരു എക്യുപ്മെൻ്റാണ്. ഓരോ മണൽത്തരിയും വീഴുമ്പോൾ ഓരോ മിനിറ്റിനെയും സെക്കൻഡ്സിനെയൊക്കെ സൂചിപ്പിക്കുന്നു. അതിൻ്റെ പിക്ചർ ഞാൻ എൻഡിൽ കാണിക്കാം. ഓക്കെ. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തീവ്രമായ പ്രണയത്തെയാണ്, അദ്ദേഹത്തിൻ്റെ എറ്റേണിറ്റി ഓഫ് ലവിനെയാണ് കാണിക്കുന്നത്. Now the fourth stanza. And fare thee well, my only love, and fare thee well a while, and I'll come again, my love, though it were 10,000 mile. Now the poet concludes by saying goodbye to his beloved. He is planning to leave the place due to financial insecurities. He wishes to go to Jamaica for seeking a job. He assures that he will return to win her love. Even the physical distance, 10,000 miles, seems insignificant before his deep feelings. His love is reliable and constant. ലാസ്റ്റ് സ്റ്റാൻസയിൽ കവി ജീൻ ആമറിനോട് തൽക്കാലത്തേക്ക് വിട പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റീസ് അദ്ദേഹത്തെ ഒരു ജോബ് അന്വേഷിച്ച് പോകുവാൻ പ്രേരിപ്പിക്കുകയാണ്. ജമൈക്കയിലേക്കാണ് അദ്ദേഹം പോകുന്നത്. പക്ഷേ ജീൻ ആർമറിനോട് അദ്ദേഹം ഉറപ്പ് പറയുന്നുണ്ട് ഹിൽ ബി ബാക്ക് സൂൺ. അതെത്ര ദൂരത്താണെങ്കിലും അദ്ദേഹം തിരിച്ചു വരുന്നതാണ്. 10,000 മൈൽ എന്നുള്ളത് പോലും ഒരു ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ സ്നേഹം റിയൽ ആണ്, കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ളതാണ്. Major figures of speech: similes, red, red rose and sweet melody. Hyperboles: seas go dry, rocks melt with the sun, 10,000 miles away, etc. Alliteration: oh, my love is like a red, red rose. The consonant sounds l and r are repeated. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് സിമിലീസ് ആണ്. ദെൻ ഹൈപ്പർബലേസ് ഓൾറെഡി പറഞ്ഞതാണ്. ആലിട്രേഷൻ ല് ആൻഡ് റ് സൗണ്ട്സ്, കോൺസണൻറ്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നു. ഇനി നമുക്ക് തീം നോക്കാം. തീംസ് ഓഫ് ദ പോം. ലവ് ആൻഡ് സെപ്പറേഷൻ ആർ ദ മേജർ തീംസ് ഇൻ ദ പോം. In order to intensify his feelings, he has drawn images of natural objects like rose, sun, rock, sea, etc. The poem is primarily concerned with the speaker's love for his beloved. His love is so deep-rooted that it will stay forever.
It will last till the seas go dry or the rocks melt with the sun. Okay, now try to answer the questions that follow. Identify the word that is repeated in all the stanzas of the poem. What does it indicate? What does the phrase 10,000 mile indicate? Oh, my love is like a red, red rose. Here, the poet compares his love to a red rose. Identify other similes used in the poem. How does the poet express that he is an eternal lover? Why is the word red repeated? Comment on the use of the expression sands of life. Pick out instances of alliteration in the poem. Thee is an archaic expression of the word you. Pick out other archaic words and words in the Scottish dialect from the poem. See the phrase till all the seas gang dry. The poet says that his love will last as long as the seas go dry. He exaggerates his love. This is a figure of speech called hyperbole. Pick out other instances of hyperbole from the poem. What may have prompted the poet to express his love like this? Thank you.